وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. വിണ്ണിൽ നിന്ന് ജലം വർഷിക്കുന്നതും അവൻ തന്നെയാകുന്നു. അതുവഴി നാം സകല സസ്യവർഗങ്ങളെയും മുളപ്പിച്ചു. എന്നിട്ടതിൽ നിന്ന് പച്ച പിടിച്ച വയലുകളും വൃക്ഷങ്ങളും വളർത്തി. അനന്തരം അതിൽ ധാന്യമണികൾ ഇടതിങ്ങിയ കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഈന്തപ്പനയുടെ കൊതുമ്പിൽ ഭാരത്താൽ തൂങ്ങിക്കിടക്കുന്ന പഴക്കുലകൾ ഉൽപ്പാദിപ്പിച്ചു. സദൃശങ്ങളും എന്നാൽ ഓരോന്നിനും വ്യതിരിക്തമായ സവിശേഷതകളുള്ളതുമായ ഫലങ്ങളുണ്ടാകുന്ന മുന്തിരിയുടെയും ഒലീവിന്റെയും അനാറിന്റെയും തോട്ടങ്ങളുമുണ്ടാക്കി. ഈ ചെടികൾ കായ്ക്കുമ്പോൾ അതിൽ കനികളുണ്ടാവുകയും അനന്തരം അവ പാകമാവുകയും ചെയ്യുന്ന പ്രക്രിയ തെല്ലു സൂക്ഷ്മദൃഷ്ടിയോടെ വീക്ഷിക്കുവിൻ. ഈ സംഗതികളിൽ തീർച്ചയായും വിശ്വസിക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. وَجَعَلُوا لِلَّهِ شُرَكَاءَ الْجِنَّ وَخَلَقَهُمْ وَخَرَقُوا لَهُ بَنِينَ وَبَنَاتٍ بِغَيْرِ عِلْمٍ سُبْحَانَهُ وَتَعَالَى عَمَّا يَصِفُونَ. എന്നിട്ടും ജനം ജിന്നുകളെ അല്ലാഹുവിന്റെ പങ്കാളികളായി സങ്കൽപ്പിക്കുന്നു. എന്നാൽ അവനോ അവരുടെ സ്രഷ്ടാവാകുന്നു. അറിവില്ലാതെ അവന് പുത്രന്മാരെയും പുത്രിമാരെയും കൽപ്പിക്കുന്നു. അവനോ ഈ ജനം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം അതീതനും പരിശുദ്ധനുമത്രേ. വെറും ഊഹാപോഹത്തെ ആസ്പദമാക്കി പ്രപഞ്ച നിയന്ത്രണത്തിലും മനുഷ്യഭാഗധേയത്തിന്റെ നിർമ്മാണ സംഹാര പ്രക്രിയയിലും അല്ലാഹുവിനു പങ്കാളികളെ സങ്കൽപ്പിക്കുന്ന വിഡ്ഢികളാണിവർ. അദൃശ്യാസ്തിത്വങ്ങളായ ജിന്നുകളെയാണ് ഇവരിൽ ചിലർ ദൈവത്തിന്റെ പങ്കുകാരാക്കുന്നത്. മറ്റു ചിലർ മഴയുടെ ദേവത, ധനദേവത, രോഗദേവത എന്നിങ്ങനെ നിരവധി ദേവീദേവന്മാരെ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധമായ ധാരണകളും ബഹുദൈവവാദികളായ സകല സമുദായങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ആത്മാക്കളെയും ഭൂതപ്രേതങ്ങളെയും രാക്ഷസന്മാരെയും ദേവീദേവന്മാരെയും സംബന്ധിച്ച ധാരാളം മിഥ്യാവിശ്വാസങ്ങൾ അവർ വെച്ചു പോറ്റുന്നതായി കാണാം. മലക്കുകൾ ദൈവത്തിന്റെ പുത്രിമാരാണെന്ന് മൂഢന്മാരായ അറബികൾ ജൽപ്പിച്ചിരുന്നു. അതേപ്രകാരം ബഹുദൈവാരാധകരായ മറ്റു സമുദായങ്ങളും ദൈവവുമായി വംശബന്ധം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ദേവീദേവന്മാരുടെ ഒരു സമ്പൂർണ്ണ വംശപരമ്പര തന്നെ അവർ അനുമാനത്തിലൂടെ സൃഷ്ടിച്ചുവെച്ചിരുന്നു. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. വാനഭുവനങ്ങളെ മൗലികമായി ആവിഷ്കരിച്ചവനാകുന്നു അവൻ. അവൻ എങ്ങനെയാണൊരു പുത്രനുണ്ടാകുന്നത്? ജീവിത സഖി തന്നെ ഇല്ലെന്നിരിക്കെ അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ സകല സംഗതികളും അറിയുകയും ചെയ്യുന്നു. ذَلِكُمُ رَبُّكُمْ لَا إِلَٰهَ إِلَّا هُوَ خَالِقُ كُلِّ شَيْءٍ فَاعْبُدُوهُ وَهُوَ عَلَى كُلِّ شَيْءٍ وَكِيلٌ. അവനാകുന്നു നിങ്ങളുടെ റബ്ബായ അല്ലാഹു. അവനല്ലാതൊരു ദൈവവുമില്ല.
സകല വസ്തുക്കളുടെയും സ്രഷ്ടാവായിട്ടുള്ളവൻ. അതിനാൽ നിങ്ങൾ അവൻ അടിമപ്പെടുവിൻ. അവൻ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമേറ്റവനാകുന്നു. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. കണ്ണുകൾക്ക് അവനെ കാണാനാവില്ല, അവനോ കണ്ണുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ സൂക്ഷ്മദൃഷ്ടിയുള്ളവനും അഭിജ്ഞനുമല്ലോ. قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. നോക്കുക, നിങ്ങൾക്ക് നാഥങ്കൽ നിന്ന് ഉൾക്കാഴ്ചയുടെ കിരണങ്ങൾ വന്നുകിട്ടിയിരിക്കുന്നു. ഇനി ആരെങ്കിലും കാഴ്ചയെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവർക്കു തന്നെ. ആർ അന്ധനാകുന്നുവോ അവൻ തനിക്കു തന്നെ നഷ്ടമേൽപ്പിക്കുകയാകുന്നു. ഞാനോ നിങ്ങളുടെ മേൽ ഒരു സൂക്ഷിപ്പുകാരനൊന്നുമല്ല. ഈ വാക്യം മുൻ വാക്യങ്ങളുടെ തുടർച്ചയായി അല്ലാഹു തന്നെ നബിക്കു വേണ്ടിയെന്നോണം പറയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അഭിസംബോധിതർ അടിക്കടി മാറിവരിക സാധാരണമാണല്ലോ. ചിലപ്പോൾ സംബോധന നബിയോടാവും, ചിലപ്പോൾ സത്യവിശ്വാസികളോട്, ചിലപ്പോൾ പൂർവ്വവേദക്കാരോട്, ചിലപ്പോൾ അവിശ്വാസികളോടും ബഹുദൈവ വിശ്വാസികളോടും, ചിലപ്പോൾ ഖുറൈശികളോടും അറബികളോടും, ചിലപ്പോൾ മനുഷ്യരോട് പൊതുവിലും. എന്നാൽ എല്ലാ രൂപത്തിലും മാനവ സമുദായത്തിന്റെ മാർഗദർശനമാണ് ഉദ്ദേശ്യം. ഇതുപോലെ ഖുർആനിൽ വക്താവും മാറിക്കൊണ്ടിരിക്കും. ചിലയിടത്ത് അല്ലാഹു തന്നെയായിരിക്കും വക്താവ്, ചിലയിടത്ത് വഹ്യ് കൊണ്ടുവരുന്ന മലക്കോ മലക്കുകളുടെ കൂട്ടമോ ആയിരിക്കും, ചിലയിടത്ത് നബിയും സത്യവിശ്വാസികളും. എന്നാൽ എല്ലാ രൂപങ്ങളിലും പറയുന്നത് അല്ലാഹു തന്നെ, വചനം അവന്റേതു തന്നെ. ഞാൻ നിങ്ങളുടെ സൂക്ഷിപ്പുകാരനൊന്നുമല്ല എന്ന വാക്യത്തിന്റെ താൽപര്യം ഇതാണ്. സത്യത്തിന്റേതായ ഈ വെളിച്ചം നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുക മാത്രമാണ് എന്റെ കൃത്യം. അനന്തരം കണ്ണു തുറന്നു നോക്കിക്കാണുകയോ കണ്ണടച്ച് സ്വയം അന്ധനാവുകയോ എന്നത് നിങ്ങളുടെ കാര്യമാകുന്നു. സ്വയം കണ്ണടയ്ക്കുന്നവരെ ബലം പ്രയോഗിച്ച് കണ്ണു തുറപ്പിക്കാനോ അവർ കാണാൻ ഉദ്ദേശിക്കാത്തത് കാണിച്ചു കൊടുക്കാനോ ഞാൻ ആളല്ല. എന്നെ ഭരമേൽപ്പിച്ച സേവനങ്ങളുടെ കൂട്ടത്തിൽ അതൊട്ടു പെടുന്നുമില്ല. وَكَذَلِكَ نُصَرِّفُ الْآيَاتِ وَلِيَقُولُوا دَرَسْتَ وَلِنُبَيِّنَهُ لِقَوْمٍ يَعْلَمُونَ. ഇങ്ങനെ വിവിധ രൂപത്തിൽ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുകയാകുന്നു. നീ ആരിൽ നിന്നോ പഠിച്ചു വന്നിരിക്കുന്നു എന്ന് അവർ പറയുന്നതിനും ജ്ഞാനമുള്ള ജനത്തിന് യാഥാർത്ഥ്യം തെളിയിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാകുന്നു ഇങ്ങനെ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനാകുന്ന ഈ ദിവ്യവചനം ജനങ്ങൾക്ക് ഒരു പരീക്ഷണമായിരിക്കുന്നു. ദുഷ്ടജനവും ശിഷ്ടജനവും അതുവഴി വേർതിരിക്കപ്പെടുകയാണ്. ഈ വചനം ശ്രവിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാർ അതിന്റെ അർത്ഥങ്ങളും താൽപര്യങ്ങളും ഗ്രഹിക്കുകയും അതിൽ അന്തർഭവിച്ച തത്വോപദേശങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. നേരെ മറിച്ച് മറ്റൊരു തരം ആളുകൾ ആ വചനത്തിന്റെ ഉൾപ്പൊരുളുകൾ ശ്രദ്ധിക്കുന്നതിനു പകരം നിരക്ഷരനായ മുഹമ്മദിന് ഇത്ര ഉജ്ജ്വലമായ തത്വവചനങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നാണ് ആലോചിക്കുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ ശത്രുതാപരമായ പക്ഷപാതം ആദ്യമേ സ്ഥലം പിടിച്ചിരിക്കുന്നു. അതിനാൽ അത് ഏകനായ ദൈവത്തിൽ നിന്ന് അവതരിച്ച വചനമാവാനുള്ള സാധ്യതയെ തീരെ തള്ളിക്കളഞ്ഞ് സാങ്കല്പികമായ മറ്റു പല സാധ്യതകളും തെരഞ്ഞുപിടിക്കുന്നു. എന്നിട്ടതെല്ലാം ഈ ഗ്രന്ഥത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച വലിയ ഗവേഷണങ്ങളാണെന്ന ഭാവേന ഘോഷിച്ചു നടക്കുകയും ചെയ്യുന്നു. اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين. പ്രവാചക, റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതീർണമായ ദിവ്യ സന്ദേശങ്ങളെ പിന്തുടരുക. എന്തുകൊണ്ടെന്നാൽ ആ ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഈ ബഹുദൈവ വിശ്വാസികളുടെ പിമ്പെ നടക്കേണ്ടതില്ല. ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل. അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഈ ജനം ബഹുദൈവാരാധന ചെയ്യുമായിരുന്നില്ല.
അവൻ തന്നെ അത് തടയുമായിരുന്നു. നിന്നെ നാം അവരുടെ മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചിട്ടില്ല. നീ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനുമല്ല. അതായത് പ്രബോധകനും സന്ദേശവാഹകനുമായിട്ടാണ് താങ്കൾ നിയുക്തനായിരിക്കുന്നത്. താങ്കളെ മേൽനോട്ടക്കാരനായി നിയമിച്ചിട്ടൊന്നുമില്ല. ബഹുജന സമക്ഷം സത്യപ്രകാശം വേണ്ടവണ്ണം തെളിച്ചു കാണിക്കുക, പ്രബോധന കൃത്യം ശരിക്കും മുറയ്ക്കും നിറവേറ്റുക, ഇത് മാത്രമാണ് താങ്കളുടെ കർത്തവ്യം. ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടാതിരുന്നാൽ മതി. ആ വെളിച്ചം കാണാൻ വിസമ്മതിക്കുന്നവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അതിന്റെ പേരിൽ താങ്കൾക്ക് ഉത്തരവാദിത്വമില്ല. ജനങ്ങളെ എങ്ങനെയും സത്യവിശ്വാസികളാക്കാൻ താങ്കൾ മിനക്കെടേണ്ടതില്ല. താങ്കളുടെ പ്രബോധിത സമൂഹത്തിൽ ഒരൊറ്റ അസത്യവാദിയും ഉണ്ടാവരുതെന്ന് അള്ളാഹു താങ്കളോട് അനുശാസിച്ചിട്ടില്ല. അതിനാൽ അന്ധത ബാധിച്ച കണ്ണുകൾക്ക് സത്യത്തിന്റെ വെളിച്ചം എങ്ങനെ കാണിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് അസ്വസ്ഥനാവേണ്ടതില്ല. ഭൂമിയിൽ ഒരസത്യവാദിയും പാടില്ല എന്നായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഇക്കാര്യം താങ്കളെ ഏൽപ്പിക്കേണ്ടതുണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെ അതിനു മതിയായിരുന്നു. അവന്റെ സൂചന കൊണ്ടുതന്നെ സകല മനുഷ്യരും സത്യവാദികളാകുമായിരുന്നു. പക്ഷെ അവന്റെ ഉദ്ദേശ്യം അതല്ല. മനുഷ്യവർഗത്തിന് സത്യാസത്യങ്ങൾ മനഃപൂർവ്വം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണം. അവരുടെ മുമ്പാകെ സത്യപ്രകാശം സമർപ്പിക്കപ്പെടണം. എന്നിട്ട് സത്യത്തിന്റെ പ്രകാശത്തെയാണോ അസത്യത്തിന്റെ ഇരുട്ടിനെയാണോ അവർ തെരഞ്ഞെടുക്കുന്നതെന്ന് പരീക്ഷിക്കണം. ഇതാണ് അവന്റെ ഇച്ഛ. അപ്പോൾ താങ്കളുടെ ശരിയായ ദൗത്യം ഇതാണ്: താങ്കൾക്ക് ലഭിച്ച വെളിച്ചത്തിലൂടെ സ്വയം നടക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. ക്ഷണം സ്വീകരിക്കുന്നവരെ ഉത്തമ സുഹൃത്തുക്കളായി അംഗീകരിക്കുക. അവരുടെ സഹകരണം ഉപേക്ഷിക്കാതിരിക്കുക. ലോകദൃഷ്ടിയിൽ അവർ എത്രമേൽ നിസ്സാരന്മാരാണെങ്കിലും ശരി, എന്നാൽ അത് തിരസ്കരിക്കുന്നവരുടെ പിന്നാലെ പോവേണ്ടതില്ല. അവർ ചരിക്കുന്നത് ഏതു മാർഗത്തിലാണോ അതിലവരെ വിട്ടേക്കുക. وهو الذي أنزل من السماء ماء فأخرجنا به نبات